സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പോകുന്നത് ഒരു ആന വിൽക്കുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ്. നമുക്ക് ആനേനെ തൊടാനും അതിൻ്റെ കൊമ്പുമൊന്ന് പിടിക്കാനും പിന്നെ അതിൻ്റെ വാല് ഞാർ എടുത്ത് മോതിരം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ പിന്നെ കയ്യിൽ പുത്തനുള്ളവർക്കും ആനേനെ മേടിക്കാനായിട്ട് ഒരു മോഹം ഉണ്ടാവും. ഒരു ആനേനൊക്കെ മേടിച്ച് നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവന്ന് തളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു രസമല്ലേ. അപ്പോൾ ഞാൻ പോകുന്നത് അങ്ങനെ ഒരു ആന വിൽക്കുന്ന കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ ആനയ്ക്ക് ആണെങ്കിൽ അത് പട്ട വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, അതിന് വെള്ളമൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ ഈ കഴുത്തിൽ വക്കമ്മ പിടിച്ചിട്ട് നമ്മൾ അതിനോട് വായു അല്ലെങ്കിൽ വാങ്ങുമോ എന്ന് പറഞ്ഞാൽ അത് കൂടെ പോരും. അപ്പോൾ ഞാനവിടെ ആന വിൽക്കുന്ന കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, ആന വിൽക്കുന്ന കേന്ദ്രം തന്നെയാണ്. എങ്കിലും അത് ഒരു ആന വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ആനകളൊക്കെ ഒന്ന് ശരിക്കും കാണാം. ഇവനല്ലേ, ഇവ 7 അടി ഹൈറ്റാണ്. ഇത് മൊത്തം ഫൈബറാണ് കേട്ടോ. ഫൈബർ കൊണ്ടാണ് ഇവിടെ മെറ്റീരിയൽ കംപ്ലീറ്റ് എടുത്ത് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇവരുടെ ഷോപ്പ് അവിടെ പനമ്പള്ളി കോളേജിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിയിലായിരുന്നു. ഇപ്പോൾ ഷോപ്പ് അവിടെ മാറി. അവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ കുറേ ആനകൾ ഉണ്ടാക്കി വെക്കാനുള്ള സൗകര്യമില്ല, പുറത്ത് വയ്ക്കൽ വരും. പിന്നെ അത് ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചിട്ട് അവർ വേറെ ഷോപ്പിലേക്ക് മാറിക്കുന്നതാണ്. അപ്പോൾ ഇവരെയാണ് ഈ ഷോപ്പ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ കോട്ട ജംഗ്ഷനിൽ നേരെ തന്നെ സർവീസ് വഴി വരുമ്പോൾ സർക്കിളാണ്. സർക്കിളിൽ നേരെ പോരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇതിൽ കാണാം. കോളേജിൽ നിന്ന് വരാണെങ്കിൽ അത് സർവീസ് വഴി കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആർക്ക് ആനേനെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവരെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ആന, അതായത് ഒറിജിനൽ വെല്ലുന്ന ടൈപ്പിലാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്. അത്ര അടിപൊളി കലാകാരന്മാരാണ് ഇവിടെ. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ആനേനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന അതേ ആനയെ നിങ്ങൾക്ക് ഒരു തരും. ഇവനുണ്ടല്ലോ, ഇവനെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള ദുബായിക്ക് കണ്ടാ. എൻ്റെ കൊമ്പിൻ്റെ ഫിനിഷിങ് ഉണ്ടോ. ഇവരുടെ കലാകാരന്മാരുടെ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. ഒറിജിനാലിറ്റി. കുഞ്ഞവൻ ചെറുത് വേണമെങ്കിൽ ചെറുത് ഏതോ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. ഒരു പിന്നെ സുഖം ആ, ഞാനന്ന് വന്നപ്പോ നമ്മളെ ഷോപ്പ് അപ്പുറത്തിലായിരുന്നേ. അവിടെ സൗകര്യം വളരെ കുറവാണ്. ഇവിടേക്ക് മാറുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത് കാരണം നമുക്ക് വർക്കുകൾ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും കുഴപ്പമില്ലാണ്ട് പറ്റും. അപ്പൊ ഞാൻ ഒരു ദിവസം കൊടകരയ്ക്കൽ പോയപ്പോഴേ ഇവിടെ ആനനെ കണ്ടപ്പോ ഈ റോഡിൽ നിൽക്കണ ഒരു ആന. അപ്പൊ ഞാൻ പോയി ഇങ്ങോട്ട് മാറിയാലും എനിക്കറിയില്ലല്ലോ. ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ പഴയ ഷോപ്പല്ലേ എനിക്കറിയുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ആരെങ്കിലും വാങ്ങി വെച്ചാണെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് അടിച്ചത്. അതല്ലേ, ഇപ്പൊ നമ്മളെ ഇവിടെ മാനുണ്ട്, ആന, ഗറില്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ പുലിയെ കണ്ടു, അതെടുത്തുണ്ട് പുലിയിൽ. അത് വരാം, ഞാൻ വരാം. ഓക്കെ. പിന്നെ അതന്നെയല്ല, നമുക്ക് ഇവിടേക്ക് വരാനുള്ള സ്പോട്ട് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തല്ലേ. ഇത് നമുക്കിവിടെ നാടുകുന്ന് ടീച്ചർ വഴി ആണ് സ്റ്റോപ്പ്. അതല്ലെങ്കിൽ നമ്മുടെ പാപ്പാടി ജംഗ്ഷൻ. ഈ 2 സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമ്മളവിടേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. കൊടകരന്ന് വരണമെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ഇപ്പോൾ ഓർമ്മ വർക്കിംഗ് അല്ല, ഓർമ്മ മാർബിൾസിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ അതിന് തൊട്ട് കോട്ടയം വരാണെങ്കിൽ റൈറ്റ് സൈഡിൽ. കോട്ടയം വരുമ്പോൾ റൈറ്റ് സൈഡ്, അവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്.
ഇപ്പോൾ അടുത്തെങ്ങാനും നമ്മുടെ അവിടെ നിന്ന് വല്ല ആന കയറി പോയിട്ടുണ്ടോ? നമ്മുടെ അവിടേക്ക് ഇപ്പോൾ കഴിഞ്ഞ മാസം പോയിട്ട് സ്പെയിനിലേക്കാണ് 4 ആന പോയിട്ടുണ്ട്. 4 പോയി. പോയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ആന പോകുമ്പോൾ നിങ്ങൾ കയറ്റി വിടുമ്പോൾ നിങ്ങൾക്ക് കൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ? അത് നോർമലി പോകണല്ലോ, സെറ്റ് ചെയ്യാൻ അവിടെ പണി വരുമല്ലോ. നമ്മൾ സ്പെയിനിലേക്ക് 2 ആൾ പോകുന്നുണ്ട്. ശരി. പ്രശാന്തും സാധനം പോകും. പിന്നെ 4 പോയി. ഇനിയിപ്പോൾ അടുത്തത് പോണേ ദുബായിക്ക്. അത് എത്ര ആനയുണ്ട് അവിടെ? 2 ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലിയ വലിയ. അപ്പോൾ ഇത് ചെറുത് 7 അടിയില്ലേ? ചെറുത് 7.5 അടി, വലുത് സാധാ 10 അടി സാധാരണ ഹൈറ്റ്. ഇതൊരു ഗറിലയുടെ വർക്കാണ് കേട്ടോ. ഇത് ഒന്നും ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ ഇത് ഫൈബറാണ്. ഈ ഫൈബറിൻ്റെ വർക്ക് ചെയ്യണ ആൾക്കാരാണ് ഇവർ. ഞാൻ മാത്രമല്ല, ഇവിടെ കുറച്ച് പേര് അറിയുന്നുണ്ടോ? എനിക്കറിയാം. അന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിനെ ഇപ്പോൾ ഇവിടെ കണ്ടില്ല. ചേച്ചിമാരെന്ന് ഒരാൾക്ക് പനി മരണാവശ്യമായിട്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു പോകണം. ഇതൊക്കെ ഫൈബറിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ അതൊക്കെ പ്രൊട്ടക്ഷനാണ്, എടുത്ത പ്രൊട്ടക്ഷനാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ അത് എടുക്കാൻ പോണ സംഭവമാണത്. ഈ ഫൈബർ ആനയുടെ എന്തിട്ടാ? ഇത് ആനയുടെ വായുഭാഗമാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് വേറെ പീസ് എടുത്തിട്ട് ഒട്ടിക്ക് ചെയ്യണം. ഒട്ടിക്ക് ഫിനിഷ് ചെയ്ത് അപ്പോൾ അവിടെ ഉണ്ട്, ഞങ്ങൾ ചിലപ്പോൾ കാണിച്ചു തരാം. ഇത് ചെവിയുടെ ഭാഗമാണ് ഒരു പോർഷൻ. ഇതിൻ്റെ തന്നെ 4 പീസ് വേറെ ഉണ്ട്, അതിലൊരു പോർഷനാണ് അത്. അപ്പോൾ നമുക്ക് ചില വർക്കിന് ഇതിൻ്റെ ഫ്രണ്ടിലെ ആ പീസ് മാത്രം മതി. അതിനൊരു ഫ്രണ്ട് പീസാണ് ആയിരിക്കുന്നത്. പിന്നെ അതെല്ലാം ഓരോരോ പീസായിട്ട് അടിക്കണം. എല്ലാം കൂടി അടിച്ചിട്ട് നമ്മൾ ജോയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യണം. കൊമ്പ് അവിടെ താഴി വായയുടെ എടുത്തിട്ടുള്ള പീസാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ജോയിൻ്റ് അടിക്കും. കൊമ്പ് ഒരിടത്തെ അവിടെ കൊമ്പ്. ഇത് ചെറിയ ആനയുടെ കൊമ്പാണത്. അത് അടിക്കുന്ന പൊടിയുടെ ചെറിയ പൊടി അതിൻ്റെ കൊമ്പാണത്. 7 അടിയുടെ. 7 അടിയുടെ. ഇത് 10 അടിയുടെ ഉണ്ടോ? ഉണ്ടോ? 10 അടി ആനയുടെ. ഇവിടെ നിന്നാണ് ഞങ്ങൾ അത് പ്രൊഡക്ഷനാക്കി കൊടുക്കുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഫിനിഷിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ 7 അടി ബോഡിയും 10 അടി ബോഡി, 10 അടി ബോഡിയുടെ തല, 7 അടി ബോഡിയുടെ തല അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് വർക്കിന് കൊണ്ടുപോയി. അങ്ങനെ ഇത്ര കാര്യങ്ങളുണ്ട് കൊടുത്തത്.